ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ അവയർനെസ് വീഡിയോ ഫാസ്ടാഗിനെ കുറിച്ചാണ്. ഫാസ്ടാഗിൻ്റെ നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. ഇതിന് മുൻപ് വരെ ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലെങ്കിലോ ബ്ലാക്ക് ലിസ്റ്റഡ് ആണെങ്കിലോ ടോൾ പ്ലാസ കടക്കാൻ സാധിക്കില്ലായിരുന്നു. പകരം കടക്കണമെങ്കിൽ ടോൾ എമൗണ്ടിൻ്റെ ഡബിൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ അതിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ഡബിളും UPI പേയ്മെൻ്റ് ആണെങ്കിൽ 1.25% അടയ്ക്കേണ്ടി വരിക. ഉദാഹരണത്തിന് 100 രൂപയുടെ ടോൾ ആണെങ്കിൽ ക്യാഷ് ആണെങ്കിൽ 200 രൂപയും UPI പേയ്മെൻ്റ് ആണെങ്കിൽ 125 രൂപയുമാണ് അടയ്ക്കേണ്ടി വരിക. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരമായി NHAI തന്നെ നമുക്കൊരു മാർഗം തന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായി നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് രാജ്മാർഗ് യാത്ര, അതാണ് ആപ്പിൻ്റെ പേര്, അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടിട്ട് എനിക്ക് ഓപ്പൺ എന്നാണ് വരുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. എനിക്ക് ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ പേജ് വരും. അതിൽ ചെക്ക് ഫാസ്ടാഗ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ആ താഴത്തെ കോളത്തിൽ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും. നിങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനത്തെ പേജ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇത് ആക്റ്റീവ് സ്റ്റാറ്റസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പേജ് നിങ്ങൾക്ക് വരും. എന്നിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് പേജ് ഇതാണ്. നെക്സ്റ്റ് പേജിലേക്ക് ഇതിൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആക്ടിവേറ്റിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇങ്ങനൊരു പേജിലേക്ക് പോകും. അതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. പിന്നെയും വെഹിക്കിൾ നമ്പർ അടിക്കേണ്ട ഒരു കോളാണ് കേട്ടോ അത്. അതിൽ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുക. വെഹിക്കിൾ നമ്പർ അടിച്ചിട്ട് ഗെറ്റ് പാസ് കൊടുക്കുക. ഗെറ്റ് പാസ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഈ പേജിലേക്ക് വരും. ഈ പേജിൽ വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് OTP വെരിഫിക്കേഷനാണ് വരാൻ പോകുന്നത്. OTP വെരിഫിക്കേഷൻ കൊടുക്കുക. ഓർക്ക് ഇത് കാറ്, ജീപ്പ്, വാൻ ഇത്രയും സാധനങ്ങൾക്കാണ് കേട്ടോ അവൈലബിൾ. അതിൽ OTP വെരിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ പേജിലേക്ക് പോകും. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷനാണ് നെക്സ്റ്റ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ്. നിങ്ങൾ ഏത് വഴി വേണമെങ്കിലും അതിനകത്ത് പേയ്മെൻറ്റ് കൊടുക്കാം. എന്നിട്ട് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കാം. 3000 രൂപയാണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. 1 ഇയറിലേക്കാണ് ഈ പേയ്മെൻറ്റ് ഉള്ളത്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് 200 പ്രാവശ്യം നമുക്ക് ടോൾ കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ടോളിന് 15 രൂപ മാത്രമാണ് നമുക്ക് ആകുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് യാത്ര ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഇത് ബെനഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന് കണ്ടോ, കണ്ടിന്യൂവിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഡൗൺലോഡ് റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പേജ് വരും. അതായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റാണത്. ഈ കാണുന്നതാണ് കേട്ടോ ആനുവൽ പാസ് റെസിപ്റ്റ്. അപ്പോൾ ആ റെസിപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് പറയുന്നുണ്ട് ആനുവൽ പാസ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി നിങ്ങളുടെ ബുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് യാത്ര ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഇത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ.